രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിക്രം 3201 ചിപ്പിന് ശേഷം അടുത്തത് ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിൻ. സ്വന്തമായൊരു ജെറ്റ് എഞ്ചിൻ എന്ന ഇന്ത്യയുടെ ഇതുവരെയും നടപ്പാകാത്ത സ്വപ്നത്തിനു വേണ്ടി ഒടുവിൽ ഇന്ത്യയും ഫ്രാൻസും കൈകൊടുക്കാൻ പോവുകയാണ്. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റും സംയുക്തമായി പദ്ധതിയിടുന്ന ഈ സംരംഭത്തിന് ഇന്ത്യ ഉടൻ അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. തുടക്കത്തിൽ 120 കിലോ ന്യൂട്ടൺസ് ശേഷിയുള്ള എഞ്ചിൻ വികസിപ്പിച്ച് ഓരോ ഘട്ടമായി അവയെ ഉയർത്തി 140 കിലോ ന്യൂട്ടൺ വരെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 12 വർഷം കൊണ്ട് 9 പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കുക എന്നതാണ് DRDOയും സഫ്രാനും പദ്ധതിയിടുന്നതും. ജെറ്റ് എഞ്ചിനുകൾക്ക് കടുത്ത ചൂടും സമ്മർദ്ദവും നേരിടാൻ പ്രാപ്തമാക്കുന്ന നിർണായകമായ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളവ സഫ്രാൻ പൂർണ്ണമായി DRDOയ്ക്ക് കൈമാറും. എഞ്ചിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ഭൗതിക സ്വത്തവകാശം പൂർണ്ണമായും ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. 2 വർഷങ്ങളായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ടാറ്റ ഗ്രൂപ്പ്, L&T, അദാനി ഡിഫൻസ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ശക്തി പകരാൻ ഈ എഞ്ചിന് സാധിക്കും. 5ാം തലമുറ യുദ്ധവിമാനമായ ഈ AMCയെ വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള സർക്കാരിന്റെ നിർണായക തീരുമാനത്തിന് പിന്നാലെയാണ് ചർച്ചയിൽ നടപടികൾ വേഗത്തിലാകുന്നത്. യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ നാവികസേനയുടെ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫയർ വിമാനവും ഈ എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജെറ്റ് എഞ്ചിനുകൾ തദ്ദേശീയമായി വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും ഈ പദ്ധതിയെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. സ്വന്തമായി യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കുക എന്ന നിർണായക ദൗത്യം ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുമ്പ് സൂചിപ്പിച്ചിരുന്നു. 1998 ഇന്ത്യയുടെ പൊഖ്രാൻ ആണവ പരീക്ഷണത്തെ ഫ്രാൻസ് അപലപിച്ചിരുന്നുവെങ്കിലും ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ഫ്രാൻസ് അന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ അതിനുശേഷം മിറാഷ് 2000 സ്പെയറുകളും INGPS നാവിഗേഷൻ സിസ്റ്റങ്ങളും നൽകി ഇന്ത്യയെ സഹായിച്ച രാജ്യം കൂടിയാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ വിശ്വസനീയ പങ്കാളിയായി ഫ്രാൻസ് തുടരുന്നതിനാൽ സാഫ്രാനുമായുള്ള DRDOയുടെ ഈ പങ്കാളിത്തം ഇന്ത്യക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാകുമെന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. നിലവിൽ US, റഷ്യ, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ ചൈനയ്ക്ക് തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനുകളില്ല എന്ന് മാത്രമല്ല, റഷ്യൻ നിർമ്മിത എഞ്ചിനുകളിൽ മാറ്റം വരുത്തിയാണ് അവരുടെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. സാങ്കേതിക മേഖലയിൽ യഥാർത്ഥ സ്വാശ്രയം കൈവരിക്കുക വഴി വ്യോമസേനയും നാവികസേനയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്.